Hey, welcome back to my YouTube channel. So today we are gonna visit the most beautiful airport in the world. Let's see. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, നമ്മുടെ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടാണ്. ഇവിടെ ഇനി ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചാങ്കി എയർപോർട്ടിൽ കാണാനുണ്ട്. അപ്പം ലെറ്റ്സ് സീ. In the beginning you can see how we went to Changi Airport. നമ്മൾ വീട്ടിൽ നിന്ന് ചാങ്കി എയർപോർട്ടിലോട്ട് എത്തിയ ഒരു റൂട്ടാണ് I am going to show here. Firstly, we took the Thomson Line MRT from Woodlands South MRT station and Woodlandsil ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് എടുത്താണ് നമ്മൾ പോയത്. Here I am showing the beautiful sights that I have experienced in the journey to Singapore Changi Airport. നമ്മുടെ സിംഗപ്പൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ആ ഒരു ഭംഗി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ഈ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ചകളാട്ടോ ഇത്. ആൻഡ് ദിസ് ഈസ് ഹൗ വി ക്യാൻ സീ ദ റൺവേ. ബസ്സിലിരുന്ന് തന്നെ കാണുന്ന കാഴ്ചയാണിത്. റൺവേയിൽ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ്സൊക്കെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നത് കാണാം. സ്കൂട്ട്, ഇൻഡിഗോ, സിംഗപ്പൂർ എയർലൈൻസ്, പിന്നെ ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട് അവിടെ. ഇതെല്ലാം അടുക്കി വെച്ചേക്കുന്നത് കാണാം. ആൻഡ് ഹിയർ വി റീച്ച്ഡ് ടെർമിനൽ 1. ഇനി നമുക്ക് ടെർമിനൽ 1 എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഇത് നമ്മൾ ടെർമിനൽ 1 എസ്കലേറ്റർ എടുത്ത് എത്തുന്ന സ്ഥലമാണ്. ഇതാണ് ആക്ച്വലി ടെർമിനൽ 1 അറൈവൽ ഏരിയ. ഇവിടെയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരുമ്പോഴത്തേക്കും വന്നിറങ്ങുന്നത്. ടെർമിനൽ 1 അറൈവൽ ഏരിയ ആണിത്. ഇത് ടെർമിനൽ 1 തന്നെ ഡിപ്പാർച്ചർ ഏരിയ ആണ്. ഇവിടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻ ഡ്രോപ്സ് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് കൈനറ്റിക് റെയിൻസ്. കൈനറ്റിക് റെയിൻസ് ബ്രോൺസ് റെയിൻ ഡ്രോപ്പ് സ്കൾപ്ചേഴ്സ് ആണ് ഇതിൽ ഓരോ തുള്ളികളെയും പറയപ്പെടുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഗോട്ട് ഇൻ ഗൂഗിൾ. അപ്പം ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മളെ അത്ഭുതകരപ്പെടുത്തുന്ന രീതിക്കാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ സ്കൈ ട്രെയിനകത്ത് നിൽക്കുവാണ്. ഇത് സ്കൈ ട്രെയിനകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ചാങ്കി എയർപോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് ഗൈസ്. സീ ഹൗ ബ്യൂട്ടിഫുൾ. ഇപ്പം ഞാൻ ടെർമിനൽ 2 പൊയ്ക്കൊണ്ടിരിക്കുവാണേ. നീ അകത്തെ വാട്ടർഫോൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ? എക്സൈറ്റഡ് ആണോ? അമ്മ എക്സൈറ്റഡ് ആണോ? വാട്ടർഫോൾ ആണ്. എവിടെ കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. ഞാൻ കണ്ടിട്ട് 16 വർഷം 7-8 വർഷമായി ഗൈസ്. ദാറ്റ്സ് എ വാട്ടർഫോൾ. വാ, റീല് കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് Guys, this is waterfall, which is a 4-story digital waterfall that can be seen only in Changi Airport, Singapore, in Terminal 2 nearby the departure hall. അപ്പം നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, ഈ വാട്ടർഫോളിൻ്റെ അടിയിൽ ആക്ച്വലി ദർ ഇസ് എ ടോയ്ലറ്റ്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആൾക്കാർ അകത്തോട്ട് പോകുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. Also, Terminal 2, if we have the boarding pass, we can explore Dreamscape and Butterfly Garden. I think it's on the Terminal 3. ഇത് രണ്ടും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ടെർമിനൽ 1 നമ്മൾ കൈനറ്റിക് റെയിനൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ
സ്കൈ ട്രെയിൻ എടുത്ത് ടെർമിനൽ 2 വന്നാണ് വാട്ടർഫോളൊക്കെ കണ്ടത്. ഇനി നമ്മൾ തിരിച്ച് ടെർമിനൽ 2 ടെർമിനൽ 3 പോകണം. അപ്പോഴാണ് സ്കൈ ട്രെയിനകത്ത് നിന്ന് നമ്മൾ ജുവലിലോട്ടൊക്കെ പോകുന്നത്. യെസ്, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ AI ഒരു ഹെൽപ്പോട് കൂടി നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു സംഭവമുണ്ട്. അതും കൂടെ കണ്ടിട്ട് പോവാം. അപ്പോൾ അതേ ഇവക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ ബർഗർ കിങ്ങിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. സിംഗപ്പൂരിൻ്റെ ഒരു അഹങ്കാരമായ ചാങ്കി എയർപോർട്ട്. ഇവിടെ ഒരു ദിവസം ഫുള്ള് സത്യത്തിൽ നമ്മൾ ടെർമിനൽ 2 ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ ഒരു 3D സീലിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു സീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇമിഗ്രേഷനൊക്കെ ചെയ്ത് ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റത്തുള്ളൂ. Thai coffee. Hello. Say hi. Say hi. ഇതാണ് അടുത്ത ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു ടെക്നോളജി അവരിവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഫ്ലാറ്റ് പിക്സ്. ഇതിൽ നമ്മുടെ ഫോട്ടോസ് നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ, നമുക്കിപ്പോൾ ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ പ്രൊസീഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഇമേജ് വെച്ചിട്ടുള്ള ഒരു പിക്ചർ AI ഒരു ഹെൽപ്പ് കൊണ്ടിട്ട് ഈ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ മാറി 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 ഇതേപോലെ ആ സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ കാണാം. നമ്മൾ ഇപ്പം സ്കൈ ട്രെയിൻ എടുക്കാൻ പോവാണ് ടു ഗോ ടു ടെർമിനൽ 1 ടു സീ ദ ജുവലിൻ്റെ ഒരു ഷോ ഉണ്ട് ഡിസ്നിയുടെ. അപ്പം അതിൻ്റെ ടൈം ആവാറായി. നമ്മളത് കാണാൻ പോവാണ്. ഈ സ്കൈ ട്രെയിൻ ചാങ്കി ജുവലിനകത്തൂടെ പോകുന്നതാണ്. അപ്പം നമുക്ക് ആ വാട്ടർഫോള് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റും ട്രെയിനകത്തിരുന്നുകൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ ബാക്ക് ടു ഇവിടെയാണ് അമ്മേനെ വിളിക്കാനൊക്കെ വന്ന സ്ഥലം. ബാക്ക് ടു നമ്മൾ ടെർമിനൽ 1 വന്ന് ഇനി ജുവലിലോട്ട് പോവുകയാണ്.
ആക്ച്വലി നമ്മൾ ക്രിസ്മസ് ടൈമിൽ വന്നതുകൊണ്ട് ഡിസ്നിയുടെ ഈ ഒരു ലൈറ്റ് ഷോ ജുവലിനകത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല, നല്ലതായിരുന്നു കാണാൻ നേരിട്ട്. ഈ വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. വയലറ്റ്, യെല്ലോ, റെഡ് ഇങ്ങനെ കളേഴ്സ് മാറി മാറി വരും. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, നടക്കുമെന്ന് അറിയത്തില്ല. ഇഫ് അത് നടന്നാൽ ഇടാട്ടോ. ബൈ 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 ഇട്. വീട് മണി 11 ഇപ്പം എല്ലാ കോപ്പിറ്റിയം, അതായത് എല്ലാ ഫുഡ് കോർട്ടും അടച്ച്. ലച്ചുവിൻ്റെ ചെരുപ്പും പൊട്ടി. ആ ചെരുപ്പും വലിച്ചൊഴിച്ചുകൊണ്ടാണ് വരുന്നത്. നമുക്ക് കൊതി വന്നാൽ അടക്കാൻ പറ്റത്തില്ല. അപ്പത്തേക്കും നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഡൂക്കാലി തൈലം ഇതൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. തൊണ്ടവേദനയും തലവേദനയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് 10 മണിയാകുമ്പോൾ എല്ലാം അടയ്ക്കുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ചാച്ചുക്കാങ്ങിയിലെ ഫുഡ് കോർട്ട്, MRT ഇറങ്ങി വന്നിട്ടുള്ളൊരു ഫുഡ് കോർട്ടിലെയാണ്. അത് 2 മണി വരെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഫിഷ് കഴിക്കാൻ നന്നേക്കുവാണ് ഗൈസ്. പാവം ഗൈസ്, ലച്ചുവിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. എന്നാലും നമ്മൾ ഫിഷ് കഴിച്ചിട്ട് വീട്ടിൽ പോകും. ഗായ്സ്, ദിസ് ഈസ് അവർ ഫേവറേറ്റ് ചോങ്കിങ് ഗ്രിൽഡ് ഫിഷ്. നമ്മൾ വിളിക്കുന്നത് വെള്ളത്തിലിട്ട മീൻ എന്നാണ്. ആൻഡ് ഇതിൻ്റെ ഫ്ലേവർ ഈസ് ദ മാല ഫ്ലേവർ. ഇത് ഒരു കപ്പ് റൈസുമായിട്ടാണ് വരുന്നത്. നൂഡിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ദാറ്റ്സ് അവർ ചോയ്സ്. ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ തീയിൽ വെച്ചാണ് നമുക്ക് കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരുന്നത്. ഇത് സിംഗപ്പൂരിലെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് കോർട്ടിലും അവൈലബിൾ ആണ് ഈ ഡിഷ്. This is how I finish finally. Guys, bye bye. See you on the next video.